ഈശോയുടെ തിരുരക്ത തിരുനാൾ ആഘോഷിച്ച് ഗെത്സമേൻ ബസിലിക്ക. പീഡാസഹനത്തിന് മുൻപ് ഈശോ പ്രാർത്ഥിക്കുകയും രക്തം വിയർക്കുകയും ചെയ്ത് ഗെത്സമനയിൽ സ്ഥാപിച്ച ബസിലിക്കയിലാണ് ഈശോയുടെ തിരുരക്ത തിരുനാൾ ആഘോഷിച്ചത്. ഫാദർ ഫ്രിയർ ഫ്രാൻസിസ്കോ പാറ്റനാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഗെത്സമനിലെ പാറയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയും രക്തം വിയർക്കുകയും ചെയ്തു. കർത്താവിന്റെ പീഡാസഹനത്തിന്റെ വേദിയായിരുന്നു ഗെത്സമേൻ. എല്ലാ ജൂലൈ 1-നും ഗെത്സമനയിൽ ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിന്റെ പ്രതീകമായി പാറയിൽ ചുവന്ന റോസാദളങ്ങൾ വിതറുന്ന പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിനെ തുടർന്നാണ് തിരുരക്ത തിരുനാൾ ദിവസം ചുവന്ന റോസാദളങ്ങൾ വിതറിയത്. തന്റെ അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഗോതമ്പപ്പത്തെ തന്റെ ശരീരമായും മുന്തിരിച്ചാറിനെ തന്റെ രക്തമായും നൽകിയ ഈശോ കാൽവരിയിൽ തന്റെ ബലി പൂർത്തിയാക്കി. ഈശോയുടെ തിരുരക്തം നമ്മെയും ലോകം മുഴുവനെയും ശുദ്ധീകരിക്കുന്നു. ഈശോയുടെ തിരുരക്തം പതിഞ്ഞ ഗെത്സമനിയിലെ കല്ല് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗെത്സമനിയിലെ കല്ലിൽ ചുവന്ന റോസാദളങ്ങൾ വിതറി പ്രാർത്ഥിക്കുന്നത്.